വാർത്തകളിലേക്ക് വിശദമായി. പോപ്പുലർ ഫ്രണ്ട് ഹർത്താൽ മൂലമുണ്ടായ നഷ്ടം ഈടാക്കാനുള്ള ജപ്തി നടപടി നാളെ വൈകുന്നേരത്തിനകം പൂർത്തിയാക്കാൻ നിർദ്ദേശം. ജില്ലാ കളക്ടർമാർക്ക് ലാൻഡ് റവന്യൂ കമ്മീഷണറാണ് നിർദ്ദേശം നൽകിയത്. ഹൈക്കോടതിയിൽ തിങ്കളാഴ്ച റിപ്പോർട്ട് നൽകേണ്ട സാഹചര്യത്തിലാണ് നടപടി വേഗത്തിലാക്കാനുള്ള നിർദ്ദേശം. ഡാൻ കുര്യനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാൻ, ഹൈക്കോടതിയിൽ നിന്ന് നിരവധി തവണ കോടതിക്ക് തിരിച്ചടിയേൽക്കുന്ന സാഹചര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാക്കി. ഏറ്റവും ഒടുവിൽ 15-നകം പൂർത്തിയാക്കുമെന്ന് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉറപ്പു നൽകിയിട്ട് അതും പാലിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷവും കോടതി രൂക്ഷമായ ഭാഷയിലാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. തുടർന്നാണ് ഇങ്ങനെ ഒരു നീക്കം. എന്താണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം? എത്ര വേഗം ഈ നടപടികൾ പൂർത്തിയാക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്? രേണുക, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് രൂക്ഷമായ വിമർശനം ഉണ്ടായതിന് പിന്നാലെയാണ് ഈ റവന്യൂ റിക്കവറി നടപടികൾ നാളെ വൈകുന്നേരം 5 മണിക്ക് മുമ്പ് പൂർത്തിയാക്കണമെന്ന കർശന നിർദ്ദേശവുമായി ലാൻഡ് റവന്യൂ കമ്മീഷണർ ടി.വി. അനുപമ ജില്ലാ കളക്ടർമാർക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് ഹൈക്കോടതി തന്നെ വരുന്ന തിങ്കളാഴ്ചയ്ക്കകം ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ജപ്തി നടപടികൾ പൂർത്തിയാക്കിയ ശേഷം റിപ്പോർട്ട് കൈമാറണമെന്ന അന്ത്യശാസനമാണ് കഴിഞ്ഞ ദിവസം സർക്കാരിന് നൽകിയിട്ടുള്ളത്. അതിന്റെ പശ്ചാത്തലത്തിൽ ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഓരോ ജില്ല തിരിച്ചുള്ള സ്ഥാവര ജംഗമ വസ്തുക്കളുടെ കണക്കുകളും കണ്ടുകെട്ടേണ്ട വ്യക്തികളെ കുറിച്ചുള്ള കണ്ടുകെട്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം നേരത്തെ തന്നെ നൽകിയിട്ടുമുണ്ട്. ആ റിപ്പോർട്ട് ലഭ്യമായതിന് പിന്നാലെയാണ് ജില്ലാ കളക്ടർമാർക്ക് നാളെ വൈകുന്നേരത്തിനകം ഈ നടപടികൾ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. ജപ്തി നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഈ കണ്ടുകെട്ടുന്ന സ്ഥാവര ജംഗമ വസ്തുക്കൾ അത് കൃത്യമായി ലേലം ചെയ്യണമെന്നും ഈ ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ നിർദ്ദേശത്തിൽ കൃത്യമായ പരാമർശമുണ്ട്. എന്തായാലും തിങ്കളാഴ്ചയാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് അല്ലെങ്കിൽ സർക്കാരിന് കോടതിയിൽ സമർപ്പിക്കേണ്ടത്. അതിനു മുന്നോടിയായി തിടുക്കത്തിൽ തന്നെ നോട്ടീസ് പോലും നൽകാതെ ഈ നടപടികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് അടിയന്തരമായി സർക്കാരിന്റെ ഭാഗത്ത്. കോടതി ഇനി ഇത് തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച സംഭവിച്ച സാഹചര്യത്തിൽ ഇനി നോട്ടീസ് നൽകേണ്ട എന്ന ഒരു നിർദ്ദേശം നൽകിയതാണോ സർക്കാരിനെ ഇപ്പോൾ പ്രവർത്തികൾ കൂടുതൽ എളുപ്പത്തിലാക്കുന്നത്? തീർച്ചയായിട്ടും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, കാരണം സർക്കാർ ഒരു വേട്ടയാടൽ നടത്തുകയാണ് എന്നൊരു പ്രതിച്ഛായ ഉണ്ടാകുക അത് സർക്കാരിന് രാഷ്ട്രീയമായി തിരിച്ചടിയായി മാറും. അതുകൊണ്ട് തന്നെയാണ് ഈ കോടതിയുടെ ഒരു ഇടപെടലിന് വേണ്ടി കാത്തിരുന്നത് എന്ന് ഒരുപക്ഷെ പറയേണ്ടി വരും. കാരണം നടപടികളൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞ ഡിസംബർ അവസാന വാരം മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ചിരുന്നുവെങ്കിലും കൃത്യമായി കണ്ടുകെട്ടുന്ന കടുത്ത നടപടിയിലേക്ക് സർക്കാർ കടക്കാതിരുന്നത് കോടതിയുടെ ഒരു ഇടപെടൽ കൂടി വന്നതിന് ശേഷം മാത്രം ഇതുമായി ബന്ധപ്പെട്ട ഈ സ്ഥാവര ജംഗമ വസ്തുക്കൾ കണ്ടുകെട്ടുന്ന കടുത്ത നടപടികളിലേക്ക് കടന്നാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത് കൊണ്ടാണ്. എന്തായാലും കഴിഞ്ഞ ആഴ്ച സർക്കാരിനെതിരെ ഹൈക്കോടതിയിൽ നിന്ന് ഒരു അന്ത്യശാസനം വന്ന പശ്ചാത്തലത്തിലാണ് നോട്ടീസ് പോലും നൽകാതെ ഈ ജപ്തി നടപടികൾ അടിയന്തരമായി പൂർത്തിയാക്കുന്ന നിർണായകമായ ഒരു നടപടിയിലേക്ക് സർക്കാർ തന്നെ കടക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കോടതി അന്ത്യശാസനം നൽകിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു തിടുക്കപ്പെട്ടുള്ള നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പല കുറി സർക്കാർ വൈകിപ്പിച്ച നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ജീവൻ വെച്ചിരിക്കുന്നത്. നമ്മൾ പാലക്കാട്ടേക്ക് പോവുകയാണ്. PT7 മയക്കുവെടി വെക്കാനുള്ള ഒരുക്കങ്ങൾ അവിടെ നടക്കുകയാണ്. അവലോകന യോഗം ഉൾപ്പെടെ ചേരുകയാണ്. അവിടെ ദൗത്യ സംഘാംഗങ്ങൾ എത്തിയിട്ടുണ്ട്. മയക്കുവെടി വിദഗ്ധൻ അരുൺ സക്കറിയ ഉൾപ്പെടെയുള്ളവർ അവിടെ സാഹചര്യങ്ങൾ വിലയിരുത്തി വരികയാണ്. സാഹചര്യം അനുകൂലമായാൽ നാളെ തന്നെ മയക്കുവെടി വെക്കാനാണ് തീരുമാനം. മയക്കുവെടി വിദഗ്ധൻ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘവും വയനാട്ടിൽ നിന്നുള്ള 3ാമത്തെ കുങ്കിയാനയും ധോണിയിൽ എത്തി. ഇന്നിപ്പോൾ നമ്മൾ സൈറ്റിലെത്തിയിട്ടേ ഉള്ളൂ. കുങ്കി വന്നിട്ടുണ്ട്, 3 കുങ്കി എത്തിയിട്ടുണ്ട്. സോ നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഇന്നത്തെ ഇതിലുള്ള കംപ്ലീറ്റുള്ള കോൺഫ്ലിക്റ്റ് ഡാറ്റ എടുത്തിട്ട് സൈറ്റ് നോക്കിയിട്ട് നമ്മളൊരു പ്ലാന് എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഇവിടുത്തെ RRT ആയിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കും. അതിനുശേഷം നമ്മൾ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രിലിമിനറി വർക്കാണ്. ക്രാളിൻ്റെ സ്ട്രെങ്ത്ത് നോക്കുക, ദെൻ ബാക്കിയുള്ള എക്യുപ്മെൻസിൻ്റെ എല്ലാം സ്റ്റാൻഡർഡൈസ് ചെയ്ത് വെക്കുക, ടീമിനെ ഫോം ചെയ്യുക. ഒരു 4-5 ടീമുണ്ട് നമുക്ക്. ആ ടീമിനെ ഫോം ചെയ്ത് ആ ടീമിൻ്റെ ഡ്യൂട്ടീസ് അസൈൻ ചെയ്യുക, അവരൊന്ന് ട്രെയിൻ ചെയ്യുക. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ടീം വേറെ ഇവിടുത്തെ ടീം വേറെ, അവരും കൂടെ നിന്ന് പ്രൈം ചെയ്യണം. ആ പ്രൈമിങ് പ്രോസസ്സ് ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് നാളെ കിട്ടുകയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ഓപ്പറേഷൻ. നാളെ തന്നെ പിടിക്കാൻ പറ്റില്ല, നമുക്ക് അറിഞ്ഞൂടാ. നമുക്ക് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നോക്കിയിട്ട് നമ്മൾ സിറ്റുവേഷൻ ചെയ്യും. ഓക്കെ, അല്ല അവലോകനത്തിന് ശേഷം നമ്മളത് എങ്ങനെയാണ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്താണെന്നുള്ള കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്.
ഒരു ട്രയൽ നമുക്ക് ഫീൽഡ് നടത്താനുണ്ട്. ട്രയൽ എന്ന് പറയുന്നത് ഷൂട്ടിംഗ് അല്ല, നമുക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് വെഹിക്കിൾ മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. റാമ്പ് തയ്യാറാക്കാനുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. എന്നിരുന്നാലും നാളെ തൊട്ട് മാത്രമേ നമുക്കിതിൻ്റെ ഫീൽഡിൽ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നാളെ തന്നെ പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല, എങ്കിലും നമ്മൾ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും അവിടെ നടന്നു വരികയാണ്. വിശദമായ ചർച്ചകളും വിലയിരുത്തലുകളും ഒക്കെ ഉണ്ട്. സാഹചര്യങ്ങൾ മനസ്സിലാക്കി വരികയാണ് ഉദ്യോഗസ്ഥ സംഘം, ദൗത്യ സംഘം. പ്രസാദ് ഉടുമ്പശ്ശേരി അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. പ്രസാദ്, മറ്റൊരു ദൗത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് കേരളം. ധോണിയെ സംബന്ധിച്ച് ദിവസങ്ങളായി ജനങ്ങളുടെ സ്വൈര്യവിഹാരം നശിപ്പിക്കുന്ന PT-7 പിടിക്കാനുള്ള ദൗത്യങ്ങളാണ്. അവിടുത്തെ ഭൂപ്രകൃതി ഉൾപ്പെടെ ഈ ദൗത്യത്തിന് അത്ര അനുയോജ്യമല്ലാത്തൊരു സാഹചര്യമുണ്ട്. എങ്ങനെയാണ് ഈ ദൗത്യ സംഘം സാഹചര്യങ്ങളെ വിലയിരുത്തുന്നത് ഇപ്പോൾ? രേണുക, സാഹചര്യം അനുകൂലമായാൽ നാളെ തന്നെ മൈക്കൂടി വെച്ച് PT-7 കൂട്ടിലടയ്ക്കാനുള്ള ഓപ്പറേഷനുമായാണ്, ദൗത്യവുമായാണ് മുന്നോട്ട് പോകുന്നത്. ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് ഡോക്ടർ അരുൺ സക്കറിയുടെയും ACF രഞ്ജിത്തിൻ്റെയും നേതൃത്വത്തിൽ ഇവിടെ അവലോകന യോഗം ചേർന്നിരുന്നു. 5 ടീമുകളായി തിരിഞ്ഞായിരിക്കും ഈ ദൗത്യം നടപ്പിലാക്കുക. ആദ്യം നിലവിൽ ആനയെ തമ്പടിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയും അതിനെ ട്രാക്ക് ചെയ്യുകയും പിന്നീട് ഇതോടൊപ്പം തന്നെ മൈക്കൂടി വെച്ച് ഇവിടുത്തെ ധോണിയിലെ ഫോറസ്റ്റ് സ്റ്റേഷനിൽ സ്ഥാപിച്ചിട്ടുള്ള ഈ കൂട്ടിലേക്ക് കൊണ്ടുവരികയുമാണ് ഇതിലെ പ്രധാന ദൗത്യം എന്ന് പറയുന്നത്. ആനയെ മയക്കുവെടി വെക്കുകയാണെങ്കിൽ ഏതെങ്കിലും സാഹചര്യം ജനവാസ മേഖലയിലേക്കോ അല്ലെങ്കിൽ അപകടകരമായ ഏതെങ്കിലും ദിക്കിലേക്കോ പോകാതിരിക്കാനുള്ള ശ്രദ്ധയാണ് ഈ ദൗത്യത്തിൽ, ഈ സംഘത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത്. അതിനെല്ലാം ആളുകളെ ചുമതലപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനി നേരിട്ട് ഓപ്പറേഷനിലേക്ക് കടക്കുക എന്നുള്ളതാണ്. അത് നാളെ രാവിലെ തന്നെ 5 മണിയോടുകൂടി തന്നെ 26 പേരടങ്ങുന്ന വയനാട്ടിൽ നിന്നുള്ള സംഘവും 50 പേരടങ്ങുന്ന ധോണിയിലെ പാലക്കാട് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരും ജീവനക്കാരടങ്ങുന്ന സംഘവുമാണ് ഈ ദൗത്യത്തിൽ പങ്കാളികളാകുക. അത്തരം അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. PT-7 നമ്മൾ കാണുന്ന ധോണി ഫോറസ്റ്റ് സ്റ്റേഷനോട് സമീപത്തായുള്ള സ്ഥലത്ത് തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ RRT സംഘം നൽകുന്ന വിവരം. അവിടെ നിന്ന് മാറാതെ ഇരിക്കുക എന്നുള്ളതാണ് ഇവർ ശ്രദ്ധിക്കുന്നത്. നാളെ രാവിലത്തോടുകൂടി തന്നെ ഈ ദൗത്യമെല്ലാം തന്നെ നടപ്പിലാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തുക, അനുകൂല സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ള നീക്കമാണ് ഇനി RRTയുടെ ഭാഗത്തു നിന്നുള്ളത്. ഇന്ന് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള കൂടിൻ്റെ ബലപരിശോധന നടത്തും. അത് കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ടാണ് ആ ബലപരിശോധന നടത്തുക. 3 കുങ്കിയാനകൾ ഈ ദൗത്യത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വയനാട്ടിൽ നിന്നും എത്തിയ വിക്രം, ഭരതൻ, അതോടൊപ്പം തന്നെ ഇന്ന് പുലർച്ചെ എത്തിയ സുരേന്ദ്രൻ, ഈ 3 കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ആനയെ മയക്കുവെടിച്ച ശേഷം ഈ കൂട്ടിലേക്ക് കൊണ്ടുവരിക. തീർച്ചയായും പ്രസാദ്, നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി PT-7 വാർത്തകൾ നൽകി വരികയാണല്ലോ. ഓരോ ദിവസവും ഇങ്ങനെ മനുഷ്യനെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്കാണ്. രാത്രി ഇറങ്ങുക, കൃഷിയിടങ്ങൾ നശിപ്പിക്കുക ഒക്കെ ആ രീതിയിൽ തുടരുന്ന ഒരു ആനയാണ്. എന്താണ് ദൗത്യ സംഘാംഗങ്ങൾ നമ്മളോട് പറയുന്നത്? മയക്കുവെടി ഏറ്റാൽ പോലും എത്ര സമയമെടുക്കും മയങ്ങാൻ? PT-7 സംബന്ധിച്ച് ആ ആനയെ നിരീക്ഷിച്ചതിൽ നിന്നും അവർ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ എന്താണ്? വലിയ ആരോഗ്യവാനായ ആനയാണ്. അതൊക്കെ കൊണ്ട് തന്നെ എത്ര സമയമെടുക്കും? മയക്കുവെടി ഏറ്റതിന് ശേഷമുള്ള പരിഭ്രാന്തി, അതിൽ മറ്റ് അപകടങ്ങൾ ഒന്നും ഉണ്ടാകാതിരിക്കാനുള്ള എന്തൊക്കെ മുൻകരുതലുകൾ ദൗത്യസംഘം സ്വീകരിക്കുന്നു? രേണുക, എടുത്തു പറയേണ്ടത്, അതായത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി PT-7 ഇറങ്ങിയിരുന്നെങ്കിലും 2 ദിവസം, അതായത് ഇന്നലെയും മിനിങ്ങാന്നും PT-7 ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. RRT ഇതിനെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനും അതോടൊപ്പം തന്നെ ഈ ദൗത്യത്തിന് വേണ്ടിയും അതിന് അനുയോജ്യമായ ഒരു സ്ഥലത്തേക്ക് തമ്പടിപ്പിച്ച് അല്ലെങ്കിൽ അവിടുന്ന് മാറിപ്പോകാതിരിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അരമണിക്കൂർ സമയമാണ് ഇത് മയങ്ങുന്നതിന് വേണ്ടി സെഡേഷനിലേക്ക് പോകാൻ എടുക്കുന്ന സമയം. അങ്ങനെ എടുക്കുമ്പോൾ മയക്കുവെടി വെക്കുന്ന സമയത്ത് പരമാവധി അല്ലെങ്കിൽ 9 കിലോമീറ്ററോ അല്ലെങ്കിൽ അത്രയും സമയം ദൂരം നടക്കാനോ അല്ലെങ്കിൽ ഓടാനോ ഉള്ള സാധ്യതകളുണ്ട്. അത് ജനവാസ മേഖലയിലേക്ക് പോകാതിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പിന്നീട് സമീപത്തെ ഏതെങ്കിലും അരുവികളോ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും അങ്ങോട്ടൊന്നും പോകാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റൊന്ന്, ഈ PT-7 ഉൾക്കാട്ടിലേക്ക് വലിയാനും പാടില്ല. കാരണം ഉൾക്കാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ മയക്കുവെടി വെച്ച് കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രായോഗികമായി വലിയ ബുദ്ധിമുട്ട് നേരിടും. അതുകൊണ്ട് ആനയെ ഇപ്പോൾ നിൽക്കുന്ന ഈ ഫോറസ്റ്റ് സ്റ്റേഷന് സമീപത്തായി നിൽക്കുന്ന സ്ഥലത്ത് തന്നെ തളച്ചിടുക, അതിനവിടെ നിന്ന് മാറാതെ നോക്കുക എന്നുള്ളതാണ് പ്രധാന ദൗത്യം. നാളെ രാവിലെ 5 മണിക്ക് ദൗത്യസംഘം ഏറെക്കുറെ ഇറങ്ങും. നാളെ രാവിലെ ഇറങ്ങിയതിന് ശേഷം രാവിലെ തന്നെ ഈ ദൗത്യം മയക്കുവെടി അനുകൂലമാണെങ്കിൽ രാവിലെ തന്നെ വെച്ചുകൊണ്ട് ഒരു 11 മണിക്കകം തന്നെ ഇവിടെ കൂട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കങ്ങളാണ് നടത്തുന്നത്. എന്തായാലും അത്തരം ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ദൗത്യസംഘം പൂർണ്ണമായും വയനാട്ടിൽ നിന്നുള്ള എല്ലാവരും ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇവരോടൊപ്പം ചേരേണ്ട ആളുകൾക്കും ആവശ്യമായ നിർദ്ദേശങ്ങളെല്ലാം തന്നെ നൽകി കഴിഞ്ഞു.
ശരി, എന്തായാലും അവിടെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കൃത്യമായ അവലോകനങ്ങൾ നടന്നു വരികയാണ്. എല്ലാ സാഹചര്യങ്ങളും പരിശോധിച്ചതിന് ശേഷമാകും ആ ദൗത്യത്തിലേക്ക് കടക്കുക. നാളെ തന്നെ മയക്കുവെടി വയ്ക്കാൻ പറ്റും എന്ന ഒരു പ്രതീക്ഷയാണ് ഈ ദൗത്യ സംഘാംഗങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. നമ്മൾ മൂന്നാറിലേക്ക് പോയാൽ അവിടെ പടയപ്പ അല്പം രോഷാകുലനാണ്. ഇന്നലെയും പടയപ്പയുടെ ആക്രമണമുണ്ടായി. ഒരു വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയാണ് പടയപ്പ ആക്രമിച്ചത്. പെരിയാർ ലോവർ ഡിവിഷൻ സ്വദേശി പ്രദീപിന്റെ ഓട്ടോറിക്ഷയാണ് ആന തകർത്തത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈരാറ്റുപേട്ടയിൽ ഗാനമേളയ്ക്കിടെ എന്താണ് സംഭവിച്ചത്? സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോയുടെ യാഥാർത്ഥ്യം എന്താണ്? അത് പരിശോധിക്കുന്നു നമ്മൾ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ ഇടവേളകളില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനലിൽ കാണാം. കോൺഗ്രസ് നേതാവ് വി പ്രതാപചന്ദ്രന്റെ മരണത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കോൺഗ്രസ് നേതാവ് പ്രതാപചന്ദ്രന്റെ മരണത്തിൽ മക്കളുടെ പരാതിയെ തുടർന്നാണ് എന്തായാലും ആ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത്. മക്കൾ നൽകിയ പരാതിയിലാണ് DGPയുടെ അന്വേഷണത്തിന് നിർദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് ആ അന്വേഷണം പ്രഖ്യാപിക്കപ്പെടുന്നത്. ഏതായാലും ആ അന്വേഷണം പ്രഖ്യാപിച്ചതിൽ എന്നോട് പ്രതികരിച്ചുകൊണ്ട് നല്ല കാര്യം എന്ന രീതിയിലാണ് പ്രതാപചന്ദ്രന്റെ മകൻ നമ്മളോട് പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ പ്രതികരണം കാണാം. നല്ലൊരു കാര്യമല്ലേ, അന്വേഷണം വരണം. ഇല്ലെങ്കിൽ ഞങ്ങൾ അനുഭവിക്കുന്നൊരു മാനസിക വിഷമമുണ്ട്, അത് കൂടിക്കൂടിയേ വരുവുള്ളൂ. ഇത് ഈ പരാതി KPCC പ്രസിഡന്റിന് പറ്റുമായിരുന്നെങ്കിൽ, മോനെ എനിക്ക് കുറച്ച് സാവകാശം തരുമായിരുന്നെങ്കിൽ ഞാനത് കൊടുത്തേനെ. അപ്പൊ അത് സോഫ്റ്റ് പെഡൽ ചെയ്യാൻ അദ്ദേഹവും ശ്രമിച്ചില്ല. അദ്ദേഹം വളരെ അരഗന്റ് ആറ്റിറ്റ്യൂഡ് കാണിച്ചുകൊണ്ടാണ് ഞാൻ CMന്റെ അടുത്ത് പോയത്. ഇതില് അദ്ദേഹം എൻ്റെ അടുത്ത് അവസാനം പറഞ്ഞ വാക്കിൽ ഇതിലൊരു ഗൂഢാലോചനയുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താണ് ഈ ഗൂഢാലോചന? ഞാൻ മകനില്ലേ, എനിക്ക് ഗൂഢാലോചന ജീവിതത്തിൽ എന്ത് കാര്യമാണ് പ്രസിഡന്റേ ഉള്ളതെന്നാണ് ഞാൻ ചോദിച്ചത്. ഇറ്റ് ഈസ് ഓൺലി എ ബിഗിനിങ് അക്കോർഡിംഗ് ടു മീ. ഇറ്റ് ഈസ് ഓൺലി എ ബിഗിനിങ്. ഇത് മറ്റ് പലരെയും രക്ഷിക്കാൻ വേണ്ടി ആയിരിക്കുമോ എന്ന് പോലും. കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ വീഡിയോയിലേക്കാണ് ഇനി. ഗാനമേളയ്ക്കിടെ മാപ്പിളപ്പാട്ട് പാടാത്തതിന് ഗായക സംഘത്തെ കേൾവിക്കാരിലൊരാൾ ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി. ഈരാറ്റുപേട്ടയിൽ നടന്ന നഗരോത്സവം എന്ന പരിപാടിക്കിടെയായിരുന്നു സംഭവം. ഗായിക സജ്ല സലീം കേൾവിക്കാരനെ ഭീഷണിപ്പെടുത്തലിനോട് പ്രതികരിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. അപ്പം നമ്മൾ മിക്സ് ആയിട്ടാണ് എല്ലാ സോങ്സും മിക്സ് ആയിട്ടാണ് പാടുന്നത്. എല്ലാവരും എല്ലാ ടൈപ്പ് ഓഫ് സോങ്സും കേൾക്കാൻ ഇരിക്കുന്ന ആൾക്കാർ തന്നെയല്ലേ അല്ലെ? എല്ലാം ഇഷ്ടമാണെന്ന് തോന്നും, മാപ്പിളപ്പാട്ട് മാത്രമല്ലല്ലോ. പക്ഷേ നമ്മൾക്ക് വലിയൊരു ഇൻസൾട്ടിങ് ആണ് ഇവിടുന്ന് ആരോ അടുത്ത നെക്സ്റ്റ് പാട്ട് പാടിയാല് അടിക്കും എന്നൊക്കെ. അത് ആരാ പറഞ്ഞേ? ആര്? ഇവരോ? ഈ വൈറ്റിട്ടെ ഒന്നിങ്ങ് വന്നേ, നിങ്ങളൊന്ന് ഇങ്ങോട്ടേക്ക് വന്നേ. ഇവരാ? ഒന്ന് വരോ, ഒന്നിങ്ങോട്ടേക്ക് വന്നേ. അല്ല, ഒരു മിനിറ്റ്, ഇതൊന്ന് തീർത്തിട്ട് പാടിയാ പോരെ? ഇക്കൊന്നിങ്ങോട്ടേക്ക് വന്നേ. അല്ല, ഇത് ഭയങ്കര ഇൻസൾട്ടിങ് ആണ് നമുക്ക്. കാരണം നമ്മൾ നിങ്ങളെ എൻജോയ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പാടുകയാണ്. അല്ല ഇക്ക, ഒരു മിനിറ്റ്, ഇത് പറയാണ്ടിരിക്കാൻ വയ്യ. കാരണം കുറെ സമയമായിട്ട് നമ്മൾ ഇവിടുന്ന് കേട്ടോണ്ടിരിക്കുകയാണ്. നമ്മൾ എല്ലാ പാട്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ എല്ലാ ടൈപ്പ് പാട്ടുകൾ വേണമെന്നുള്ളൊരു കൈയടിച്ച് എല്ലാ ടൈപ്പ് പാട്ടുകൾ കേൾക്കണം എന്നുള്ളവര് നമ്മളിവിടെ വന്നിട്ട് അത്രയും പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മളിവിടെ വരുന്നത്. അല്ലെ നമ്മള് തല്ലാനോ തോപ്പിക്കാനോ എന്നല്ല നമ്മളിവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ പരിപാടി ചെയ്യാൻ. അങ്ങനെ വേണമെങ്കിൽ നല്ലൊരു കൈയടിയാവും എല്ലാവരും ചേർന്നുകൊണ്ട്. താങ്ക് യു സോ മച്ച്. എന്താണ് ചേട്ടാ, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. ആരടുത്തും അങ്ങനെ ഒരു ബിഹേവിയർ പാടില്ല. അടുത്ത പാട്ടുപാടി അടിക്കുന്നൊക്കെ. അപ്പം ഇതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ ഒന്നും അല്ലാണ്ട് ഇപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ സ്റ്റേജിൽ വന്ന് പറയുന്നത്. ഇവിടെ നമ്മളെ ഷോ ഏൽപ്പിക്കുമ്പോഴ് നമ്മളെ മാപ്പിളപ്പാട്ട് മാത്രം വേണമെന്ന് ഒന്ന് ഡിലേ കട്ട് ചെയ്യോ? മാപ്പിളപ്പാട്ട് മാത്രം വേണം എന്ന് പറഞ്ഞിട്ടല്ല ഏൽപ്പിച്ചത്. അപ്പം നമ്മൾ മിക്സ് ആയിട്ടാണ് എല്ലാ സോങ്സും മിക്സ് ആയിട്ടാണ് പാടുന്നത്. എല്ലാവരും എല്ലാ ടൈപ്പ് ഓഫ് സോങ്സും കേൾക്കാൻ ഇരിക്കുന്ന ആൾക്കാർ തന്നെയല്ലേ അല്ലെ? എല്ലാം ഇഷ്ടമാണെന്ന് തോന്നും, മാപ്പിളപ്പാട്ട് മാത്രമല്ലല്ലോ. പക്ഷേ നമ്മൾക്ക്
വലിയൊരു ഇൻസൾട്ടിംഗ് ആണ് ഇവിടുന്ന് ആരോ അടുത്ത നെക്സ്റ്റ് പാട്ട് പാടിയാണ്. ഈരാറ്റുപേട്ട നഗരോത്സവത്തിന്റെ സംഘാടകനായ എ ഖാദർ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ഖാദർ, സാംസ്കാരിക നിറവിന്റെ 11 ദിനരാത്രങ്ങൾ സമ്മാനിച്ചതായിരുന്നു ഈ ഈരാറ്റുപേട്ട നഗരോത്സവം. പക്ഷേ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട ഈ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വലിയ തോതിൽ ചർച്ചയാവുകയാണ്, വലിയ വിവാദവുമാവുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് അന്ന് അവിടെ സംഭവിച്ചത്? അതായത് സംഘാടക സമിതി ആവശ്യപ്പെട്ടത് എല്ലാ പാട്ടുകളും ക്രിസ്ത്യ ഭക്തിഗാനങ്ങൾ, ശബരിമലയുമായി ബന്ധപ്പെട്ട ശബരിമല അയ്യപ്പ എന്നുള്ള പാട്ട്, മലയാളം, ഹിന്ദി, തമിഴ് എല്ലാ പാട്ടുകളും, അതോടൊപ്പം മാപ്പിളപ്പാട്ടും. നമ്മൾ പ്രസിദ്ധീകരിച്ചിരുന്നത് ഗാനമേള എന്ന് മാത്രമുള്ളൂ. അതിനകത്ത് മാപ്പിളപ്പാട്ടെന്ന് പറഞ്ഞ് നമ്മൾ ഒരു പ്രസിദ്ധീകരണം നടത്തിയിട്ടില്ല. അവിടെ ഓഡീസിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ സജില കൈയടിക്കാൻ പറഞ്ഞപ്പോൾ പാട്ടെന്നാണ് കൈയടിക്കാന്ന് പറഞ്ഞു. പക്ഷെ അവർ കേട്ടത് അടി വരുമെന്നാണ് അവർ അവിടെ കേൾക്കാൻ ഇടയായത്. അങ്ങനെ ഒരു സംഭവം ആ സ്റ്റേജിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ് ഞാൻ ആ സ്റ്റേജിലുണ്ടായിരുന്ന ആളെന്ന നിലയിൽ എനിക്ക് വ്യക്തമായിട്ടുള്ളത്. വളരെ നല്ലൊരു സൗഹൃദ ഇതിലാണ് ഞങ്ങൾ പിരിഞ്ഞത്. ഞാൻ ഈ ഗാനമേള പ്രശ്നം ഉണ്ടായ സമയത്ത് അവരെ ഗാനമേള പാടണ്ട എന്ന് ഓഡിയൻസ് ആവശ്യപ്പെട്ട അനുസരിച്ച് അവര് ലിവിംഗ് റൂമിൽ ഇരിക്കുകയും അവർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. പിറ്റേ ദിവസം പാലായിൽ സംസ്കാര ഓഡിറ്റോറിയത്തിൽ വന്ന് ഞാൻ ഈ സജിലയെ കാണുകയും ഞങ്ങൾക്ക് തരാനുള്ള പണത്തിന്റെ രസീറ്റ് ആവശ്യപ്പെട്ട രസീറ്റ് എനിക്ക് തരികയും ഞാൻ എന്തെങ്കിലും അനുഷ്ഠംഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈരാറ്റുപേട്ടക്കാർക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു, നമ്മൾ സൗഹൃദ അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോകണമെന്ന് സജില പറയുകയും സജില എന്നോട് പറഞ്ഞു, ഖാദർക്കായ എനിക്കറിയില്ലായിരുന്നു, ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞു. ഞങ്ങൾ വളരെ സന്തോഷമായി സലാം പറഞ്ഞാണ് ഞാൻ അവരുമായി പിരിഞ്ഞത്. അതിനുശേഷമാണ് വാർത്തകളിലൊക്കെ ഇങ്ങനെ പുതിയ പുതിയ പ്രശ്നങ്ങളും അതിന്റെ ഫുൾ ക്ലിപ്പുകളൊന്നും വന്നില്ല. അതാണ് അതിന്റെ യഥാർത്ഥ പ്രശ്നം. ഇത് പകുതി കട്ട് ചെയ്ത് ആരോ ഒക്കെ ഇത് ദൃശ്യമാധ്യമങ്ങളിൽ കൂടി പ്രചരിപ്പിച്ചു. സത്യത്തിൽ വ്യാപാരി സേവന സമിതി മാപ്പിളപ്പാട്ട് മാത്രമല്ല അവരുടെ എല്ലാ പാട്ടുകളും പാടണമെന്ന് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ആദ്യം പാടിയ അഞ്ചോളം പാട്ടുകൾ മാപ്പിളപ്പാട്ടുകളല്ലായിരുന്നു. ഓഡീസിന്റെ ഭാഗത്തുനിന്ന് ആരോ ഇങ്ങനെ ഒരാൾ പറഞ്ഞു. അതിന് സംഘാടക സമിതിക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. പിന്നെ അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടായി. അടിക്കണം എന്ന് പറഞ്ഞപ്പോൾ കൈയടിച്ചപ്പോൾ അവർ കേട്ടത് അടിക്കുമെന്നാണ് കേട്ടത്. അതാണ് ശരിക്കും യഥാർത്ഥത്തിൽ ആ സ്റ്റേജിൽ കയറിയ വൈറ്റ് ഷർട്ട് ഇട്ടയാള് വ്യാപാരി വിസയുടെ യൂണിറ്റ് സെക്രട്ടറിയാണ്. ഞങ്ങൾ ഈ 1 ലക്ഷം രൂപ മുടക്കി ഈ പരിപാടി നടത്തുമ്പോൾ അവിടെ ഒരാള് ഞങ്ങളുടെ സംഘാടകൻ തന്നെ കയറി പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളത് തെറ്റാണ്. അയാൾ അതിന് നിരപരാധിയാണ് അദ്ദേഹം. ഞങ്ങളെല്ലാം വളരെ സൗഹൃദപരമായി ഇത് വലിയൊരു ഈരാറ്റുപേട്ടയുടെയും ഈ പരിസര പ്രദേശം ജനങ്ങളും ഏറ്റെടുത്ത വലിയൊരു നഗരോത്സവ പരിപാടിയായിരുന്നു. അതിനകത്ത് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായി. തീർച്ചയായിട്ടും അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അല്ലാതെ ഈ വൈറലായിട്ടുള്ള ഈ വിഷയങ്ങളുമായിട്ടൊന്നും ഈരാറ്റുപേട്ടയിൽ ഇതിൽ പങ്കെടുത്തവർക്ക് ആർക്കും ഒരു ബന്ധവുമില്ല. അതെ, പക്ഷെ ഈ വീഡിയോകളിൽ ഗായിക പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമാണല്ലോ. അപ്പോൾ അത് തെറ്റിദ്ധാരണ മൂലമുണ്ടായി എന്നതാണോ താങ്കൾ പറയുന്നത്? അതെ, തീർച്ചയായിട്ടും. ഈ കയ്യടിക്കാൻ പറഞ്ഞു. അതായത് ആദ്യത്തെ 4-5 പാട്ടിന്റെ കയ്യടിയാണ്. പോട്ടെ, പൊതുവെ കയ്യടി കുറവാണ്. നല്ല പാട്ട് പാടിയാൽ നല്ല പ്രോത്സാഹനം ഓഡിയൻസ് കൊടുക്കും. ആദ്യത്തെ 4 പാട്ടുകൾ ക്ലിക്കായില്ല. അപ്പൊ അവിടുത്തെ ഉയർന്ന ഉദ്യോഗസ്ഥർ എന്നോട് പറഞ്ഞു, ഖാദർക്ക നിങ്ങൾ അവരോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ സംഘാടക സമിതി ചെയർമാനായ ശ്രീ VM സിറാജുമായി സ്റ്റേജിൽ കയറി അവരോട് സംസാരിച്ചതാണ്. പാട്ടിന്റെ രീതികളൊക്കെ ഒന്ന് മാറ്റണം എന്ന് പറഞ്ഞ് അവരോട് വളരെ സൗഹൃദപരമായിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പിരിയുന്നത്. കാണികളെ ഒന്ന് ആവേശത്തിലെടുക്കുന്ന തരത്തിലേക്ക് ആ ഗാനമേള ഉയർന്നില്ല അല്ലേ? അതാണോ? അല്ല, അതായത് ആളുകള് ഉയരാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്. അത് ഓഡിയൻസ് ആണ്, ഞങ്ങളല്ല. ഞങ്ങൾ സംഘാടകർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. 6000-7000 ആളുകൾ പങ്കെടുത്ത വലിയൊരു ഗാനമേളയായിരുന്നു. അതിനകത്ത് സജില സലീം എന്ന് പറഞ്ഞ ലോകം അറിയപ്പെടുന്ന ഒരു ഗായികയാണ്. പക്ഷെ ഞങ്ങളും അവരുമായി ഒരു ചെറിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, അവളുടെ അനുജത്തി നേരത്തെ പോണം എന്ന് പറഞ്ഞത് വളരെ വൈകിയാണ് ഞാൻ അറിയുന്നത്. പിന്നെ ഈ പരിപാടി തുടങ്ങാൻ അല്പം താമസിച്ചു പോയതിന്റെ പ്രശ്നമുണ്ട്. പക്ഷെ അവളുടെ അനിയത്തി ഇവിടെ വാഹനത്തിൽ കയറി ഇവിടെ 1-2 ആളുകളെ ഏർപ്പാട് ചെയ്ത് അവിടെ എറണാകുളത്ത് എത്തിച്ച് അവർക്ക് കാസർഗോഡ് ആ പരിപാടിയിൽ പങ്കെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന സജിലയെ നമ്മൾ ഈരാറ്റുപേട്ട ഒരു വീട്ടിലാണ് അനിയത്തി ഗായിക പെട്ടെന്ന് പിൻവലിഞ്ഞതാണോ? അതൊരു പ്രശ്നമായിരുന്നു. കാരണം ഞാൻ വളരെ വൈകിയാണ് അനിയത്തി പോകുന്ന കാര്യം അറിയുന്നത്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ 2 പേരും കൂടെ പാടിയാലേ ക്ലിക്ക് ആവുള്ളൂ, ഒരാൾ മാത്രം പാടിയാൽ അതിന് ചെറിയ പ്രശ്നമുണ്ടല്ലോ. അപ്പൊ എന്നോട് പറഞ്ഞു അനിയത്തിക്ക് പോകണം. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, അവർ പോവുകയാണെങ്കിൽ പൊക്കോട്ടെ. ഞങ്ങളവരെ തടയുകയോ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഉൾപ്പെടുന്ന ഒരാൾ തന്നെയാണ് ഈ സ്റ്റേജിലേക്ക് കയറി ഇങ്ങനെ പറയുന്നതും പ്രതിഷേധിക്കുന്നതും. അല്ല മാഡം, അതായത് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ പാട്ട് പാടിക്കോ കുഴപ്പമില്ല,
അതിനെല്ലാം ഫുൾ സപ്പോർട്ട്. അയാൾ കയറിയത് പാട്ട് തുടങ്ങാൻ വേണ്ടി സ്റ്റേജിൽ കയറിയ ഒരാളാണ്, തെറ്റിദ്ധാരണ ഉണ്ടായി. അയാളാണ് കൈയടിച്ചു എന്നുള്ള തെറ്റിദ്ധാരണ സജിലയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അതാണ്, അതിന്റെ ക്ലിപ്പുകളൊക്കെ ഞങ്ങൾ കണ്ടതാണ്. അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായ പ്രശ്നം. അല്ലാതെ ഗാനമേളയിൽ ഇവർക്ക് അഭിവൃദ്ധിപരമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ശരി, ശ്രീ ഞങ്ങളൊക്കെ നിരപരാധികളാണ്. ശരി, ശ്രീ എ എൻ എ ഖാദർ, ദയവായി താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരണം. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണാം. സജില അവിടെ സംസാരിച്ച് കാണികളോട് സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണാം. ഇവിടെ നമ്മളെ ഷോ ഏൽപ്പിക്കുമ്പോൾ നമ്മളെ മാപ്പിളപ്പാട്ട് മാത്രം വേണമെന്ന് ഒന്ന് ഡിലേ കട്ട് ചെയ്യോ? മാപ്പിളപ്പാട്ട് മാത്രം വേണം എന്ന് പറഞ്ഞിട്ടല്ല ഏൽപ്പിച്ചത്. ഹലോ. അപ്പം നമ്മൾ മിക്സ് ആയിട്ടാണ്, എല്ലാ സോങ്സും മിക്സ് ആയിട്ടാണ് പാടുന്നത്. എല്ലാവരും എല്ലാ ടൈപ്പ് ഓഫ് സോങ്സും കേൾക്കാൻ ഇരിക്കുന്ന ആൾക്കാർ തന്നെയല്ലേ അല്ലേ? എല്ലാം ഇഷ്ടമാണെന്ന് തോന്നും, മാപ്പിളപ്പാട്ട് മാത്രമല്ലല്ലോ. പക്ഷേ നമ്മൾക്ക് വലിയൊരു ഇൻസൾട്ടിങ് ആണ് ഇവിടുന്ന് ആരോ അടുത്ത നെക്സ്റ്റ് പാട്ട് പാടിയാല് അടിക്കും എന്നൊക്കെ. അത് ആരാ പറഞ്ഞേ? ആര്? ഇവരോ? ഈ വൈറ്റിട്ടെ ഒന്നിങ്ങ് വന്നേ, നിങ്ങളൊന്ന് ഇങ്ങോട്ടേക്ക് വന്നേ. ഇവരാ? ഒന്ന് വരോ? ഒന്ന് ഇങ്ങോട്ടേക്ക് വന്നേ. അല്ല, ഒരു മിനിറ്റ്, ഇതൊന്ന് തീർത്തിട്ട് പാടിയാ പോരെ? ഒന്ന് ഇങ്ങോട്ടേക്ക് വന്നേ. അല്ല, ഇത് ഭയങ്കര ഇൻസൾട്ടിങ് ആണ് നമുക്ക്. കാരണം നമ്മൾ നിങ്ങളെ എൻജോയ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പാടുകയാണ്. അല്ല ഇക്ക, ഒരു മിനിറ്റ്, ഇത് പറയാണ്ടിരിക്കാൻ വയ്യ. കാരണം കുറെ സമയമായിട്ട് നമ്മൾ ഇവിടുന്ന് കേട്ടോണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാ പാട്ടും കേൾക്കാൻ ആഗ്രഹിക്കും. നമ്മൾ എല്ലാ ടൈപ്പ് പാട്ടുകൾ വേണമെന്നുള്ളൊരു കൈയടിച്ച് എല്ലാ ടൈപ്പ് പാട്ടുകൾ കേൾക്കണം എന്നുള്ളവരും നമ്മളിവിടെ വന്നിട്ട് അത്രയും പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മളിവിടെ വരുന്നത്. അല്ലാതെ നമ്മള് തല്ലാനോ തോപ്പിക്കാനോ എന്നല്ല നമ്മളിവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ പരിപാടി ചെയ്യാൻ. അങ്ങനെ വേണമെങ്കിൽ നല്ലൊരു കൈയടിയാവും എല്ലാവരും ചേർന്നുകൊണ്ട്. താങ്ക് യു സോ മച്ച്. എന്താണ് ചേട്ടാ, ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. ആരടുത്തും അങ്ങനെ ഒരു ബിഹേവിയർ പാടില്ല. അടുത്ത പാട്ടുപാടി അടിക്കുന്നൊക്കെ. അപ്പം ഇതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ ഒന്നും അല്ലാണ്ട് ഇപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ സ്റ്റേജിൽ വന്ന് പറയുന്നത്. ശ്രീ എ എൻ എ ഖാദർ, ഈ ഇങ്ങനെ സജില പ്രതികരിക്കുന്നതിന്റെ കൂട്ടത്തിൽ മാപ്പിളപ്പാട്ട് മാത്രം പാടാനല്ല ഞങ്ങൾ ഇവിടെ വന്നത് എന്ന് പറയുന്നുണ്ടല്ലോ. ആ ഒരു ഭാഗമാണ് ഇത് വലിയ വിവാദമാകാനും ഈ തെറ്റായ രീതിയിൽ ചിലത് പ്രചരിപ്പിക്കാനുമായി ആളുകൾ ഉപയോഗിക്കുന്നത്. അതിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? കാണികളിൽ നിന്നും അങ്ങനെ ഒരു ആവശ്യമുണ്ടായോ? ഇല്ല, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എല്ലാ പാട്ടുകളും പാടണം എന്നുള്ള ആവശ്യം പറഞ്ഞാണ് അവരെ ബുക്ക് ചെയ്തിട്ടുള്ളത്. അവര് ആദ്യത്തെ 4-5 പാട്ടുകളും മാപ്പിളപ്പാട്ടല്ലായിരുന്നു. ഞങ്ങൾക്ക് സംഘാടക സമിതിക്ക് എല്ലാ പാട്ടുകളും പാടണമെന്നുള്ള ആവശ്യം അവർ അംഗീകരിക്കുകയും അത് സമ്മതിക്കുകയും ചെയ്ത ശേഷമാണ് പാട്ട് പാടിയത്. പാടിയ ശേഷം ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്ന് കൈയടിക്കാൻ പറഞ്ഞു. കൈയടിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് തെറ്റിദ്ധാരണ ഉണ്ടായി. കാരണം ഈ സ്റ്റേജിൽ കയറിയ ആള് ഞങ്ങളുടെ സംഘാടക സമിതിയുടെ സെക്രട്ടറി എന്ന് പറയുന്ന അൻസാരിയാണ്. ശരി ശരി, ഒന്ന് തുടരുക ശ്രീ എ എൻ എ ഖാദർ. ഇപ്പോൾ ഗായിക സജില സലീം നമുക്കൊപ്പം ചേരുകയാണ്. സജില, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഒരു തെറ്റിദ്ധാരണയാണ് ഇത്തരം സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചതെന്ന് സംഘാടകരിൽ ഒരാളായ എ എൻ എ ഖാദർ പറയുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഒരിക്കലും ഒരു തെറ്റിദ്ധാരണയല്ല. കാരണം എന്താ വെച്ചാല് നല്ല എന്താ പറയാ, നമുക്ക് നമ്മളെ ബോധമില്ലാണ്ടല്ലല്ലോ സ്റ്റേജിൽ നിൽക്കുന്നത്. നമുക്കൊരു പ്രതികരണം നമ്മുടെ കണ്ണുകൊണ്ടും ചെവികൊണ്ടും ബോധ്യപ്പെട്ടാലല്ലേ നമ്മൾ അതിനെതിരെ പ്രതികരിക്കുള്ളൂ. അപ്പം എന്റെ കൂടെ പാടിയ എന്റെ സുഹൃത്ത് 2 പെർഫോമേഴ്സ് ആയിരുന്നു. അപ്പം അവര് മാപ്പിളപ്പാട്ട് പാടിയാൽ മതി അടുത്തത്, ഇല്ലെങ്കിൽ കാല് തല്ലി അങ്ങനെ അടിക്കും എന്നുള്ളൊരു രീതിയിൽ അവര് പറഞ്ഞു. അപ്പം അത് കൈയടിക്കുമെന്ന് പറഞ്ഞതാണ് സജില. കയ്യടി അല്ലല്ല, ഒരിക്കലും അല്ല. കയ്യടിയും അടിക്കും എന്നുള്ള 2 റിയാക്ഷൻ ഭയങ്കര വ്യത്യാസമാണ്. മാത്രമല്ല, ആക്ഷൻ അല്ല കണ്ടത്, പറഞ്ഞത് ശരിക്കും കേട്ടിട്ടുണ്ട്. അടിക്കും എന്ന് പറഞ്ഞത് കേട്ടത് കൊണ്ട് മാത്രമാണ് നമ്മൾ പ്രതികരിച്ചത്. കാരണം നമ്മൾ ഒരുപാട് സ്റ്റേജിൽ പോകുന്നതാണ്, പല രീതിയിലുള്ള പ്രതികരണം ഉണ്ടാവും ഓഡിയൻസിന്റെ അടുത്ത്. അതിനെതിരെ എല്ലാത്തിനും നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല, നമ്മളത് കണ്ടില്ലാന്ന് വെക്കില്ല. പക്ഷെ മുന്നിലത്തെ നിരയിൽ മുന്നിൽ ഇരുന്നു കൊണ്ട് ഒരാളെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ പറയുമ്പോൾ അതിനെതിരെ സംഘാടകരിൽ ഒരാൾ കൂടിയായിരുന്നു അല്ലേ? ആ സംഘാടകരിൽ ഒരാളാണോന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ മുന്നിൽ ഇരുന്ന ഒരു വ്യക്തിയായിരുന്നു. സംഘാടകരിൽ ഒരാളാണോന്ന് സംഘാടകരിൽ ഒരാളാണ് എന്നാണ് എ എൻ എ ഖാദർ പറഞ്ഞത്. അതെ, അല്ലല്ല, അതെനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ അതായിരിക്കാം. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാല്, ഈ ഒരു വീഡിയോ ഇറങ്ങിയിട്ട് 4 ദിവസമായി. ഇപ്പൊ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ടല്ലോ, ആ വീഡിയോ ഇറങ്ങിയിട്ട് 4 ദിവസമായി. ഈ 4 ദിവസവും ഇവര് തിരുത്താത്ത ഒരു കാര്യം ഇന്നലെ ഞാൻ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോഴേ അവര് വന്നിട്ട് പറയാണ് തെറ്റിദ്ധാരണയാണെന്നല്ല. ഈ ഒരു വീഡിയോ ഫസ്റ്റ് ഇറങ്ങിയപ്പം അവർ വന്ന് പറയാനായിരുന്നു തെറ്റിദ്ധാരണയാണ്. ഇന്നലെ ഒരാൾ എന്നെ വിളിച്ചു, ഈ സംഘാടകരിലെ ഒരാളായ ആരാണെന്ന് എനിക്കറിയില്ല, ഒരാൾ വിളിച്ചു എന്നോട് പറഞ്ഞു സജില തെറ്റിദ്ധരിച്ചതാണ്, അങ്ങനെയല്ല ഇങ്ങനെയാ പറഞ്ഞതെന്നല്ല. ഞാൻ പറഞ്ഞു ഞാനും ചോറ് തന്നെയല്ലേ തിന്നത്, എനിക്ക് മനസ്സിലാവില്ലേ.
പിന്നെ മാത്രം ഞാൻ ചോദിച്ചാൽ ചോദ്യം ചോദിച്ചു, നിങ്ങൾ ഇത് എന്തുകൊണ്ട് ഇത്ര ദിവസം പ്രതികരിച്ചില്ല? അത് പ്രതികരിക്കണ്ട. ഓക്കെ, ഞാൻ ആ സ്റ്റേജിൽ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്ന് നിങ്ങൾ കണ്ടതാണ് ആ വീഡിയോ. ഞാൻ അയാളെ എല്ലാവരും മുന്നിലും ആ കാര്യം പറഞ്ഞ് സ്റ്റേജിലേക്ക് വിളിക്കുമ്പോൾ ഒരു സാമാന്യ മനുഷ്യൻ, ഞാനിപ്പോ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്നെ പറ്റിയിട്ട് അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ പറയുമ്പോൾ ഞാൻ കയറി ഞാൻ പ്രതികരിക്കും. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞതെന്നല്ല പറയാനുള്ള ഒരു വ്യക്തിത്വം എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവില്ല. ഞാനത് ചോദിച്ചപ്പോ അവര് പറയാണ് പിന്നെ ചമ്മല് വന്നിട്ടാണ്. ചമ്മല്. ഞാൻ ചോദിച്ചു ചമ്മലോ? അതെന്ത് വികാരം ചമ്മല്? ഇങ്ങനൊരു കാര്യം നമ്മൾ ചമ്മലല്ലല്ലോ വരാനേ, നമ്മളതിന് പ്രതികരിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, അവരുടെ ചുറ്റുപാടും ഇരുന്ന് കുറച്ച് പേര് അത് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അതിൽ ഏതെങ്കിലും ഒരാൾ വന്നിട്ട് എന്നോട് പറയില്ലേ ഇയാൾ അങ്ങനെയല്ല പറഞ്ഞത്? പക്ഷെ അങ്ങനൊന്നും ഒരു പ്രതികരണം അവിടെ ഉണ്ടായിട്ടില്ല. വിവാദമായപ്പോൾ മാത്രം അങ്ങനെ ഒരു വേർഷൻ അതിൽ കൊണ്ടുവരുന്നു എന്നതാണ് താങ്കൾ പറയുന്നത്. സജില, ഇതിൽ എന്താണ് കാണികളിൽ നിന്നും യഥാർത്ഥത്തിൽ എന്ത് ആവശ്യമാണ് ഉണ്ടായത്? മാപ്പിളപ്പാട്ട് മാത്രം പാടിയാൽ മതി എന്ന രീതിയിലുള്ള ആവശ്യങ്ങൾ അവർ പ്രകടിപ്പിച്ചോ? അങ്ങനെയല്ല, ഞാൻ നാട്ടുകാരൊരിക്കലും പറയില്ല. കാരണം ഈരാറ്റുപേട്ടിലെ നാട്ടുകാർ ഞാൻ ഇപ്പോഴും പറയുന്നു അടിപൊളിയാണ്. എല്ലാരും ഭയങ്കര, എല്ലാരും എന്ന് വെച്ചാൽ എല്ലാരും ഓരോ ആൾക്കാരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നേ. ഏത് പാട്ടും, മാപ്പിളപ്പാട്ടാണെങ്കിലും ഫിലിം സോങ്സ് ആണെങ്കിലും എല്ലാത്തിനും ഒരുപോലെ കൈയടി തന്നിട്ട് നമ്മൾ പാടിയ സമയം വരെ ഒരുപോലെ കൈയടി തന്ന ആൾക്കാരാണ് ഈരാറ്റുപേട്ടക്കാർ. ഈ വിഷയത്തിന്റെ ഇടയിൽ ആ ഒരു നാടിന്റെ പേര് വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ അതെനിക്ക് വല്ലാണ്ട് വിഷമം ഉണ്ടാക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അതിലുള്ള ആ ഈരാറ്റുപേട്ടയിലെ ഈ ഒരു 10 പേരെടുത്ത് ഞാൻ പറയുള്ളൂ. 10,000 പേരിൽ ഒരു 10 പേരായിരിക്കും ഇങ്ങനൊരു നമ്മളോട് ഇങ്ങനൊരു പെരുമാറ്റം കാണിച്ചത്. അതിന്റെ പേരിൽ ഫ്രണ്ടിലിരുന്ന് എന്താണ് അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്? അതെന്താ വെച്ചാൽ അതിന് മുന്നേ ഈ മാപ്പിളപ്പാട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. മീൻസ് ഇതില് മാപ്പിളപ്പാട്ട് ഫിലിം സോങ്സ് തന്നെ നമുക്കൊരു ചോയ്സ് ഉണ്ടാവില്ല. ഇപ്പം എനിക്ക് ഒരുപാട് മാപ്പിളപ്പാട്ടായിരിക്കും ഇഷ്ടം, ഫിലിം സോങ്സ് ഇഷ്ടമില്ലായിരിക്കും. ഞാനൊരു കാണി ഒരു ഓഡിയൻസ് എന്നുള്ള നിലയിൽ എനിക്ക് ചിലപ്പോൾ മാപ്പിളപ്പാട്ടായിരിക്കും കൂടുതൽ ഇഷ്ടം. അതുപോലെ ഈ സംഘാടകരിൽ ഒരാൾ വന്നിട്ട് അവർക്ക് മാപ്പിളപ്പാട്ടായിരിക്കാം കൂടുതലും കേൾക്കാൻ ഇഷ്ടം. അത് പറയുന്ന രീതി വേറെയാണ്. വന്നിട്ട് മാപ്പിളപ്പാട്ടുകൾ കൂടുതൽ പാടണേ അങ്ങനെ ഒരുപാട് സ്റ്റേജിൽ പറയാറുണ്ട്. അപ്പൊ നമ്മൾ മാപ്പിളപ്പാട്ട് കൂടുതൽ പാടും. പക്ഷെ അവർ വന്ന് പറഞ്ഞ രീതിയും ടോണും വ്യത്യാസമായിരുന്നു. വന്നിട്ട് പറഞ്ഞത് ഓഡിയൻസിനടുത്ത് ഇന്ററാക്ട് ചെയ്യാൻ പാടില്ല, പിന്നെ മാപ്പിളപ്പാട്ട് പാടിയാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞു അത് നല്ല രീതി പറയുകയാണെങ്കിൽ ഞാൻ ആ രീതിയിൽ പ്രതികരിക്കും. പക്ഷെ അവർ പറഞ്ഞ രീതി വേറെ. മീൻസ് അവർക്ക് കൂടുതൽ മാപ്പിളപ്പാട്ടാണ് ഇഷ്ടം കേൾക്കാൻ. അത് അവർക്ക് അങ്ങനെ ആയിരിക്കാം, അവരുടെ ചോയ്സ് വന്ന് പറഞ്ഞു. ഞാൻ അതിനെതിരെ പ്രതികരിച്ച് അവർ പോയി. അത് കഴിഞ്ഞിട്ട് ഈ മുന്നിലിരിക്കുന്ന ആളെ നമ്മൾ കാണുക, മുഖത്ത് നോക്കിയിട്ട് പറയുന്ന കാര്യം നമുക്കത് മനസ്സിലാവില്ലേ, കേൾക്കില്ലേ? അപ്പം അവന്റെ മുഖത്ത് നോക്കിയിട്ട് ഞാനും വേണ്ടിയിട്ട് മാപ്പിളപ്പാട്ടാണ് കൂടുതൽ പാടിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിൽ ഫിലിം സോങ്സ് മിക്സ് ചെയ്ത് പാടുമ്പോൾ അവരുടെ അടുത്ത് പറയാൻ അടുത്ത മാപ്പിളപ്പാട്ട് പാടിയില്ലെങ്കിൽ അടിക്കുമെന്ന് പറയേണ്ട ആവശ്യമില്ല. അത് മാപ്പിളപ്പാട്ട് പാടണേ എന്ന് പറയാം, അടിക്കുമെന്ന്. സജില, ഇതിലെ ഈ സിജിലി അനിയത്തി സജിലി പെട്ടെന്ന് പിന്മാറിയത് കാണികളെ വിഷമത്തിലാക്കി. അതിലൊരു പ്രതികരണം കൂടി, അങ്ങനെ ആ ഒരു സാഹചര്യവും കൂടിയാണ് ഇങ്ങനത്തെ പ്രതികരണത്തിലേക്ക് നയിച്ചതെന്ന് പറയുന്നു. സജിലി പിന്മാറുമെന്നത് നേരത്തെ സംഘാടകരെ അറിയിച്ചിരുന്നില്ലേ? സംഘാടകരിൽ എനിക്ക് ഈ സംഘാടകരെല്ലാരും ഞാൻ സംസാരിച്ചിട്ടില്ല. എന്നോട് ഒരേ ഒരു വ്യക്തി ഈ പ്രോഗ്രാമിന്റെ കാര്യം ഡീൽ ചെയ്തിട്ടുള്ളൂ. അത് റെയ്സ് എന്ന് പറയുന്ന ഒരാളായിരുന്നു. ഈ സംഘാടകരിൽ പെട്ട ഒരാളാണ് എന്നോട് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരെന്നോട് പറഞ്ഞ കാര്യം 5 മണിക്ക് ഓർക്കസ്ട്ര എത്തണം. 5 മണിക്ക് ഓർക്കസ്ട്ര ടീം എത്തി. 7 to 10 പ്രോഗ്രാം കഴിഞ്ഞു. അതാണ് ഞാനുമായിട്ടുള്ള ഡീലിങ്. അതിനുശേഷം ഞാൻ പറഞ്ഞു സിസ്റ്റർക്ക് പ്രോഗ്രാം ഉണ്ട്, ടിക്കറ്റ് എടുക്കട്ടെ 12 മണിക്ക്. എന്റെ സിസ്റ്ററിന്റെ ഹസ്ബൻഡ് ചോദിച്ചു. അത് ഓക്കെ പറഞ്ഞതിന് ശേഷമാണ് ടിക്കറ്റ് എടുത്തത്. എന്നിട്ട് നമ്മൾ ഈ പ്രോഗ്രാം ലാഗ് ആവും തോറും ഞാൻ റേസിനടുത്ത് ഇൻഫോം ചെയ്യും, റേസ് പ്രോഗ്രാം ലാഗാണ്, സിസ്റ്റർക്ക് പോകേണ്ടതാണ്, വണ്ടി അറേഞ്ച് ചെയ്യണം, എല്ലാം ഞാൻ റേസിനടുത്ത് പറഞ്ഞതാണ്. പക്ഷെ റേസ് ഈ സംഘാടകരിൽ എത്തിക്കുന്നത് എപ്പോഴാണെന്നറിയോ? പാട്ട് പാടി 3 പാട്ട് പാടിയതിനു ശേഷമാണ്. അത് കാതിരിക്കാന്റെ ഒരു ഇതില് ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, 3 പാട്ട് പാടി കഴിഞ്ഞതിന് ശേഷമാണ് ഈ റേസ് ഇവരോട് ഇൻഫോം ചെയ്യുന്നത്. അത് നമ്മളുടെ തെറ്റല്ല, അത് ഇവരുടെ സംഘാടകരിൽ തന്നെ പറ്റിയ തെറ്റുകളാണ്. അതിനെന്നെ തെറ്റുപറ്റിയ കാര്യം. അപ്പം സിസ്റ്റർക്ക് നമ്മളൊരു പ്രോഗ്രാം കമ്മിറ്റ് ചെയ്ത് അതിൽ നമുക്ക് അറ്റൻഡ് ചെയ്യണം. ഇവരെ ലാഗ് കാരണം നമുക്ക് മറ്റു പരിപാടിക്ക് പോകാൻ പറ്റാന്ന് പറയുന്നത് അത് ന്യായ കാര്യമല്ലല്ലോ. അപ്പൊ ഇവരെ ലാഗ് കാരണം സജില, ഒരല്പസമയം ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് തുടരണം. ഇപ്പോൾ ഈരാറ്റുപേട്ട നഗരസഭാ ചെയർപേഴ്സൺ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീമതി സുഹ്റ, ഈ നാടുമായി ബന്ധപ്പെട്ട് നാടിന്റെ പേര് കൂടി മോശമാക്കുന്ന തരത്തിൽ പോലും ചില പ്രതികരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നു. ഈ നടക്കുന്ന പ്രചാരണങ്ങളെ താങ്കൾ എങ്ങനെ കാണുന്നു? ഇതിപ്പം നമ്മള് എല്ലാ കാലാകാലങ്ങളിലെ പ്രോഗ്രാം നടക്കുമ്പോൾ ഉണ്ടാകാവുന്ന ചെറിയൊരു ഇഷ്യൂസ്. ഈരാറ്റുപേട്ട നഗരസഭ മാപ്പിളകലയെ മാത്രം സ്നേഹിക്കുന്നു എന്നുള്ളൊരു തരത്തിലേക്ക് സോഷ്യൽ മീഡിയയിലും മറ്റ് വിവിധ മേഖലകളിലും ഇങ്ങനെ ഒരു പ്രചാരണമുണ്ട്. പക്ഷെ അത് തീർത്തും അടിസ്ഥാനരഹിതം തന്നെയാണ്. കാരണം സംഘാടകരും അതുപോലെ തന്നെ
പ്രോഗ്രാം നടത്താൻ വന്നിട്ടുണ്ടായിരുന്ന ജില്ലാ സലീം ഉൾപ്പെടെയുള്ള ടീമംഗങ്ങളുമായിട്ടുള്ള ടൈമിന്റെ ഒരു ഷെഡ്യൂൾഡുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ധാരാളം, അതായത് ഈരാറ്റുപേട്ട നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ധാരാളം പൂഞ്ഞാർ മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളും കൂടിയ വലിയൊരു പ്രോഗ്രാമാണിത്. അതിൽ പബ്ലിക്കിനെ സംബന്ധിച്ച് അതിപ്പം പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കും. പക്ഷെ അതിപ്പം ഈരാറ്റുപേട്ട നഗരത്തിൻ്റെത് മാത്രമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ഒരു പ്രചരണം നടത്തുമ്പോഴാണ് അത് നമുക്ക് വളരെ വേദനാജനകമായിട്ട് തോന്നുന്നത്. കാരണം ഈരാറ്റുപേട്ട നഗരത്തിലെ മുഴുവൻ ജനങ്ങളും എല്ലാ കലയും ആസ്വദിക്കുന്നവരാണ്. ഇതിനു മുമ്പ് നമ്മൾ നടത്തിയ ഈ 10 ദിവസത്തെ ഷെഡ്യൂളായിരുന്നു. ജനുവരി 5 മുതൽ ജനുവരി 15 വരെ നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാം ആയിരുന്നു ഇത്. വ്യാപാരികളുടെ ഓരോ ദിവസവും ഓരോ സംഘാടകർക്കായിരുന്നു നമ്മൾ പ്രോഗ്രാം കൊടുത്തിട്ടുള്ളത്. ഇത് വ്യാപാരോത്സവം നടക്കുന്ന പ്രോഗ്രാമിലാണ് ഈ ഇഷ്യൂ ഉണ്ടായത്. ഇതിനു മുമ്പ് നടന്ന പ്രോഗ്രാമുകളിൽ, അതായത് മീര രാഹുൽ എന്ന വലിയൊരു നർത്തകിയുടെ കേരള നടനം ഉൾപ്പെടെ പല രീതിയിലുള്ള നൃത്യ സംവിധാനങ്ങളും അതുപോലെ മാർഗംകളിയെ, ഒപ്പന, കേരള നടനം, മുരുകൻ കാട്ടാക്കടയുടെ കാവ്യസദസ്, അങ്ങനെ ഒരുപാട് പരിപാടികൾ 11 ദിവസമായി നടന്നു. ശ്രീമതി സുബ്ര, ഇവിടെ ഇപ്പോൾ ഈ വിഷയത്തെ വല്ലാണ്ട് വക്രീകരിച്ചൊക്കെ സമൂഹ മാധ്യമത്തിൽ അവതരിപ്പിക്കുന്നു. നമ്മൾക്കറിയാം ഇത്തരം പരിപാടികൾ, വലിയ ആളുകൾ പങ്കെടുക്കുന്ന, വലിയ ജനക്കൂട്ടം പങ്കെടുക്കുന്ന പരിപാടികളിലൊക്കെയും ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഗാനമേളകൾ ഏറ്റവും ഒടുവിൽ വലിയ അടിയിലൊക്കെ കലാശിച്ച് പിരിയുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായ ചെറിയൊരു പ്രശ്നമാണ് ഈ രീതിയിലൊക്കെ അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഈ വ്യാജ പ്രചരണങ്ങൾക്കെതിരെ എന്ത് ചെയ്യാൻ കഴിയും? അല്ല, ഇത് വ്യാജ പ്രചരണങ്ങൾക്കെതിരെ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത്, ഈ വ്യാജ പ്രചരണം തീർത്തും അടിസ്ഥാനരഹിതമാണ്. ഇതൊരു വ്യക്തിയിലോ ഒരു സമൂഹത്തിലോ അല്ലെങ്കിൽ പ്രത്യേക ഒരു സമുദായത്തിലോ നിൽക്കുന്ന ഒരു വിഷയമല്ല. ഇതൊരു ധാരാളം പബ്ലിക് പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമിൽ ഉണ്ടാകാവുന്ന ചെറിയ അനിഷ്ട സംഭവങ്ങൾ മാത്രമേ ഉള്ളത്. ഇവരെ സംബന്ധിച്ച് ഈ പ്രോഗ്രാം നടത്തുന്നവർ ഇതിനു മുമ്പും പല പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ളവരാണ്. അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു കാര്യങ്ങളെ കുറിച്ച് ഗൗരവമായിട്ട് അവർക്കറിയാം. പബ്ലിക്കിനിടയിൽ ഉണ്ടാകാവുന്ന അവരുടെ ചിലരത് പരസ്യമായിട്ട് പ്രകടിപ്പിച്ചിന്നതേ പാടാവൂ. അത് ഒരു വ്യക്തിയിൽ മാത്രമുള്ളതല്ല ഈരാറ്റുപേട്ട നഗരസഭ. ആ ഗായികയുടെ പ്രതികരണം വെച്ചിട്ടാണ് ഈ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നത്. ആ ഗായിക തന്നെ പറഞ്ഞു, വളരെ നല്ല സദസ്സായിരുന്നു, വലിയ ആളുകളുടെ പങ്കാളിത്തം കൊണ്ടൊക്കെ ശ്രദ്ധേയമായിരുന്നു, നല്ല മനുഷ്യരാണ്, നല്ല സഹകരണമാണ് കിട്ടിയത്. പക്ഷേ കുറച്ചുപേർ അതിൽ ഇങ്ങനെ മോശമായ കമന്റ് നൽകിയപ്പോൾ അതിലും പ്രതികരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഗായിക ഉൾപ്പെടെ നമ്മളോട് പറയുന്നത്. അപ്പോൾ തീർത്തും ഈ ഒരു സാഹചര്യത്തെ അവരവരുടെ താല്പര്യങ്ങൾ വെച്ച് അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് സമൂഹ മാധ്യമത്തിൽ നടക്കുന്നതെങ്കിൽ, ഒരു നഗരസഭാ ചെയർപേഴ്സൺ എന്ന നിലയിൽ ആ നാടിന്റെ സ്വഭാവത്തെ കൂടി വികലമാക്കുന്ന തരത്തിൽ ഇത് അവതരിപ്പിക്കപ്പെടുമ്പോൾ എന്താണ്, എങ്ങനെ ഇത് ആ തെറ്റിദ്ധാരണ മാറ്റാൻ എങ്ങനെ ഇടപെടാൻ കഴിയുമെന്ന് കരുതുന്നു? ഇതൊരു തീർത്തും നമുക്ക് വേദനാജനകവും അതുപോലെ തന്നെ തെറ്റിദ്ധാരണാജനകവുമാണ്. ആ തെറ്റിദ്ധാരണ മാറ്റുന്നതിന് വേണ്ടി, അതായത് ഈ കണ്ണൂർ സലീം എന്ന് പറയുന്ന വലിയൊരു ഗായകന്റെ ഗായക തലമുറയിലുള്ള മക്കളെ ഈരാറ്റുപേട്ട നഗരം സ്നേഹിക്കുന്നത് കൊണ്ടാണല്ലോ നമ്മൾ അവരുടെ പ്രോഗ്രാം അറേഞ്ച് ചെയ്തത്. അപ്പം അതാണ് ഏറ്റവും വലിയ ഇതിലൊരു വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത്. ആ സലീമിക്ക എന്ന് പറയുന്ന ആ ഗായകനെയും ആ ഗായകന്റെ മക്കളെയും ഈരാറ്റുപേട്ട നഗരം സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം ചാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ നഗരത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കലാവിരുന്നുകൾ നമ്മൾ അവിടെ നടത്തുവാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പം അവരെ നമ്മൾ കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ടാണല്ലോ തീർച്ചയായിട്ടും നമ്മൾ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരിക്കലും അത് മാപ്പിള കലയെ മാത്രമല്ല എല്ലാ കലയെ സ്നേഹിക്കുന്ന ഒരു സമൂഹമാണ് ഈരാറ്റുപേട്ട നഗരത്തിലുള്ളത്. അപ്പൊ ഈ തീർത്തും അടിസ്ഥാനരഹിതമായ വാർത്തയെ നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്, മനസ്സുകളിലേക്ക് നമുക്ക് ഇതല്ല ഈരാറ്റുപേട്ട നഗരത്തിന്റെ സാംസ്കാരിക പൈതൃകവും സാംസ്കാരിക പാരമ്പര്യവും ഒക്കെ സാമൂഹ്യപരമായിട്ട് ഉയർത്തിക്കാട്ടുവാൻ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഉള്ളൊരു കാഴ്ചപ്പാടുമായിട്ടാണ് നഗരസഭ ഈ വലിയൊരു പ്രോജക്റ്റുമായിട്ട് വന്നത്. അതുപോലെ തന്നെ ഈരാറ്റുപേട്ട നഗരം എന്ന് പറയുന്നത് എല്ലാ മതസ്ഥരെയും ഉൾക്കൊണ്ടുകൊണ്ട്, നാനാജാതി മതസ്ഥരെയും എല്ലാ രാഷ്ട്രീയ വർണ്ണവർഗ ചിന്തകൾക്കും അതീതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വലിയൊരു സമൂഹമുള്ളതാണ്. കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ കോവിഡും പ്രളയവും എല്ലാം നിങ്ങൾക്ക് അതിന്റെ സൂചന നൽകണം. നന്മക്കൂട്ടം എന്ന പ്രവർത്തകർ, അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള സന്നദ്ധ സംഘടനാ പ്രവർത്തനങ്ങളും കൈമൈ മറന്ന് എല്ലാവരിലേക്കും സഹായം എത്തിക്കുവാൻ പോകുന്ന വലിയ ഒരു ഉത്തരവാദിത്തപ്പെട്ട ജനസമൂഹമുള്ളതാണ് ഈരാറ്റുപേട്ട നഗരം എന്ന് പറയുന്നത്. അപ്പം അതില് ഇങ്ങനെ ഉണ്ടായിരുന്ന അങ്ങനെ തന്നെയാണ് വേണ്ടത്, അങ്ങനെ തന്നെയാണ് ഒരു സമൂഹം മുന്നോട്ട് പോകേണ്ടതും. ആ ഐക്യം നിലനിൽക്കുക തന്നെയാണ് വേണ്ടത്. ശ്രീ എ ഖാദർ, ഇവിടെ ഗായിക പറഞ്ഞു
അവിടെ നല്ല സ്വീകരണം തന്നെയാണ് അവർക്ക് ലഭിച്ചത്. പക്ഷേ കുറച്ചാളുകൾ അത് സ്റ്റേജിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് പറഞ്ഞവർ അവർക്കുള്ള മറുപടിയാണ് താൻ ആ വേദിയിൽ നൽകിയത് എന്ന് താങ്കൾ തന്നെ സൂചിപ്പിച്ചു. അത് നിങ്ങൾ ഈ സംഘാടകരിൽ ഉൾപ്പെട്ട ആളുകൾ തന്നെയാണ് എന്നത്. ആ ഒരു മോശം പ്രവൃത്തി കൊണ്ട് മാത്രമല്ലേ ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചത്? എന്തുകൊണ്ട് ഇങ്ങനെ ഈ രീതിയിലൊക്കെ അവതരിപ്പിക്കപ്പെടാൻ കഴിയുന്ന ഒരു വിഷയമായിട്ട് പോലും ആദ്യം തന്നെ നിങ്ങൾ ഒരു വിശദീകരണം ഈ കാര്യത്തിൽ നൽകിയില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് മോശം പെരുമാറ്റം അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നതൊരു ചോദ്യം. മറ്റൊന്ന്, താങ്കൾ തെറ്റിദ്ധരിച്ചതാണ് എന്നൊക്കെ ഇപ്പോൾ ന്യായീകരിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ആദ്യമേ തന്നെ നിങ്ങൾക്ക് ആ ഒരു വിഷയം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല? എന്തിന് ഇത്രയും വിവാദമാകുന്നത് വരെ നിങ്ങൾ അത് കാത്തു? ശ്രീ ഐനി ഖാദർ, കേൾക്കാമോ? നമ്മൾ വിവാദമാക്കിയിട്ടില്ല. നമ്മൾ ഈ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് വളരെ തെറ്റിദ്ധാരണജനകമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നങ്ങളോ ഒരു വാഗ്വാദമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. സ്റ്റേജിന്റെ ഫ്രണ്ടിൽ നിന്നും ആളുകൾ കയ്യടിയുമായി ബന്ധപ്പെട്ട ചെറിയ ഇഷ്യൂ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇവരുടെ സഹോദരി പോകുന്നത് സംബന്ധിച്ച് ഒരു ആശയക്കുഴപ്പമുണ്ടായിട്ടില്ല. അവര് സ്റ്റേജിൽ നിന്ന് പോയി വണ്ടിയെ കയറി അവർ കൃത്യമായിട്ട് ട്രെയിൻ പോയതുകൊണ്ട് എറണാകുളത്ത് പോയി അവർ ആ കാസർഗോഡ് പരിപാടി പങ്കെടുത്തു. അത് സംബന്ധിച്ച് തർക്കം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. ഇത് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, അതായത് ഇവർ പോകുമെന്നുള്ളത് ഞാൻ വളരെ വൈകിയാണ് അറിഞ്ഞത്. സംഘാടക സമിതിയുടെ ആളെന്നതിൽ വളരെ വൈകി അറിഞ്ഞ് അവർ പൊക്കട്ടെന്ന് ഞങ്ങൾ സമ്മതിക്കുകയും ചെയ്തു. അതിന്റെ പേരിൽ നിന്നും പ്രശ്നമുണ്ട്. പിന്നെ എന്തോ ചില സജിലായ്ക്ക് ചില തെറ്റിദ്ധാരണകൾ ഞങ്ങൾ ആരോട് അങ്ങനെയുള്ള പിടിച്ചു വെച്ചൊന്നോ അങ്ങനെ വിടാതിരുന്നോ ഒന്നുമില്ല. എന്റെ മുമ്പിൽ നിന്നാണ് സജില അനുജിത്ത് ഈ വണ്ടിയിൽ കയറി പോകുന്നത്. ഞാൻ അവരോടൊന്ന് സംസാരിക്കും, എന്താണ് മാഡം നേരത്തെ പോകുമെന്ന് ചോദിച്ചു. എന്താ പെങ്ങളെ നേരത്തെ പോകുന്ന ചോദിച്ചപ്പോൾ എനിക്ക് പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു അവരെ കൊണ്ടേ വിട്ടോളാൻ പറഞ്ഞു. അങ്ങനെയുള്ള തർക്കങ്ങളോ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ സ്റ്റേജിൽ ഉണ്ടായ ചില പ്രശ്നങ്ങളും താഴെ നിന്ന് ചെറിയ ഓഡിയൻസിന്റെ ഭാഗത്തുള്ള ചില വിഷയങ്ങളുമാണ് ഇതിനകത്ത് സംഭവമുണ്ട്. ഇതിപ്പം എന്തുകൊണ്ട് നമ്മളിത് പറഞ്ഞില്ല എന്ന് വെച്ചാൽ ഇന്നലെയാണ് ഇത് വിവാദമാകുന്നത്. ഇവിടെ ഈരാറ്റുപേട്ടയിൽ ഇത് സംബന്ധിച്ച് ഒരു ചർച്ചയോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇന്നലെ ഒരു യൂട്യൂബ് ചാനലിൽ വന്ന ഒരു വലിയ വാർത്തയാണ് ഇതിന് ഒരു പുതിയ രൂപം ഭാവം ഉണ്ടായത്. അതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ചോളം ഇത് വലിയൊരു പ്രശ്നം ഉണ്ടായതായിട്ടോ അല്ലെങ്കിൽ സജില സലീം, ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞല്ലോ, അവരെ ഞാൻ പാലായി പോയി കണ്ടു. വളരെ സൗഹൃദാന്തരീക്ഷത്തിൽ അവരോട് സലാം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായെന്ന് സമ്മതിക്കുകയും ഞാൻ അവരോട് ഇനി എന്തെങ്കിലും അനിഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനവരോട് മാപ്പ് ചോദിച്ച ഒരു വ്യക്തി കൂടിയാണ്. ഞങ്ങൾ ഈരാറ്റുപേട്ടയിലെ വ്യാപാരി വിസ എന്ന് പറയുമ്പോൾ സാമൂഹികപരമായ ഒട്ടേറെ വലിയ കാര്യങ്ങൾ ചെയ്യുകയും കേരളത്തിലെ ഏറ്റവും നല്ലൊരു യൂണിറ്റായി പോകുന്ന സംഘടനയാണ് കേരള വ്യാപാരി സമിതി. ഇതിനകത്ത് അവർക്കുണ്ടായ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരോട് സംസാരിച്ച് ഞങ്ങൾ തീർക്കാൻ റെഡിയാണ്. ശരി, ശ്രീമതി സജില, അദ്ദേഹം പറഞ്ഞത് കേട്ടുവല്ലോ. എന്തെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണ ഈ കാര്യത്തിലുണ്ടെങ്കിൽ അത് സംസാരിച്ച് പരിഹരിക്കാൻ തയ്യാറാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത്. തെറ്റിദ്ധാരണയാണ് ഉണ്ടായിട്ടുള്ളത് എന്നതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയുമാണ്. എന്തായാലും താങ്കൾ അതല്ല സംഭവിച്ചതെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കി. താങ്കൾക്ക് പ്രതികരിക്കേണ്ട വിഷയമായതുകൊണ്ടാണ് അത് അവിടെ പ്രതികരിച്ചതെന്ന് പറഞ്ഞു. പക്ഷേ അത് ചിലരെങ്കിലും മറ്റൊരു തരത്തിൽ അവതരിപ്പിക്കുകയും അതിൽ നിന്ന് മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ താങ്കൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. അപ്പോൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും വിശദീകരണങ്ങൾ നൽകാനുണ്ടെങ്കിൽ തെറ്റിദ്ധാരണാജനകമായി ഈ വീഡിയോകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതാവാം. എനിക്ക് പറയാനുണ്ട് കുറച്ച് കാര്യങ്ങൾ. ഇപ്പം മാഡം പറഞ്ഞതുപോലെ ഇത് വലിയൊരു വിഷയമാക്കി കൊണ്ടുപോകേണ്ട കാര്യം ഒരിക്കലുമില്ല. കാരണം നോർമലി എല്ലാ ഗാനമേളകൾക്കിടയിലും നടക്കുന്ന കാര്യങ്ങളാണിത്. അത് ഞാൻ ഒന്ന് സ്റ്റേജിൽ പ്രതികരിച്ചു, അത് നോർമലി അത് കഴിഞ്ഞു. അങ്ങനെ ഇപ്പം പല രീതിയിലുള്ള പ്രതികരണം ഓഡിയൻസിന് നമുക്ക് കിട്ടും. ചിലപ്പം അത് പ്രതികരിക്കും എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് ഞാനത് പ്രതികരിച്ചു. അത് അവിടെ തീർന്നു. അത് ഞാനും ആ മുന്നിലിരുന്ന ആ വ്യക്തി കഴിക്കുന്ന പ്രശ്നമായിരുന്നു. അത് ഓഡിയൻസിന്റെ മുന്നിൽ പറഞ്ഞു തീർന്നു. അതൊരു വേറൊരു വിഷയത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ എനിക്കും താല്പര്യമില്ല. ഈരാറ്റുപേട്ടക്കാര് അടിപൊളിയാണ്, അത് നന്നായിട്ട് കലാകാരന്മാരെ സ്നേഹിക്കുന്ന ആൾക്കാർ തന്നെയാണ്. കാരണം അവിടെ ഒരു സൂചി കുത്താൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല. അത്രക്കും ഓഡിയൻസ് തിങ്ങി നിറഞ്ഞിട്ട് ഒരു അടിയും പ്രശ്നങ്ങളും ഇല്ലാണ്ട് എല്ലാ പാട്ടിനും ഒരുപോലെ സപ്പോർട്ട് ചെയ്ത ഓഡിയൻസ് ആണ്. അതുകൊണ്ട് ഒരിക്കലും വേറൊരു തലത്തിലേക്ക് ഇത് കൊണ്ടുപോകാൻ ഞാനും ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരുപാട് ആരും കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യരുത്. ശരി, പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഇപ്പം കാതരിക പറഞ്ഞു, പിന്നെ കുറച്ച് കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോയി. പക്ഷെ അതിനെതിരെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാര്യങ്ങൾ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ലാസ്റ്റ് വിഷയം ഉണ്ടായത് തന്നെ ഈ ഒരു വിഷയം ഇത്ര തലത്തിലേക്ക് കൊണ്ടുപോയത് തന്നെ ഈ കാതരിക്കാരുടെ സമാപന സമ്മേളനമായിരുന്നു. കാതരിക പറഞ്ഞു
അതിന്റെ പിറ്റേന്ന് പാലയില് കല്യാണത്തിന് പോയപ്പോഴ് നമ്മൾ സലാം പറഞ്ഞു, എല്ലാം എന്നോട് ക്ഷമ ചോദിച്ചു കാതിരിക്ക, സലാം പറഞ്ഞു. അപ്പൊ ഞാൻ അതൊക്കെ കഴിഞ്ഞ് നമ്മളത് വിട്ടു. അത് കഴിഞ്ഞ് പിന്നെയാണ് സമാപന സമ്മേളനം വരുന്നത്. ആ ഒരു വേദിയിൽ അഹങ്കാരി എന്ന് അവരെന്നെ വിശേഷിപ്പിക്കാൻ എന്താണ് കാരണം, എന്നെ അഹങ്കാരി എന്ന് വിളിക്കാൻ എന്താ കാരണം? എന്നെ അത് മെന്റലി ഭയങ്കരമായിട്ട് എനിക്ക് അഫക്ട് ചെയ്തിട്ടുണ്ട്. എന്റെ ഉപ്പാടെ പേര്, എന്റെ ഉപ്പ നല്ലൊരു സിംഗറാണ്, ഈ ഒരു എല്ലാവർക്കും അറിയുന്ന ഒരു സിംഗറാണ്. ആ ഉപ്പാന്റെ പേര് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഈ ഒരു വിഷയത്തിൽ. കണ്ണൂർ സലീമിന്റെ മകളിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കതൊരു വിവാദമാകുന്ന ഒരു വിഷയത്തിലേക്ക് എന്റെ ഉപ്പാനെ കൊണ്ടുവരാൻ ഞാൻ തീരെ ആഗ്രഹിക്കുന്നില്ല. അതിൽ അഹങ്കാരി ഫസ്റ്റ് തുടക്കം തന്നെ ഇത്രയ്ക്കും മെച്ചുവേർഡ് ആയിട്ടുള്ള, ഇത്രയ്ക്കും എന്താ പറയാ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാള് കാതിരിക്ക ഒരു ലേഡീനെ പിന്നെ പെങ്ങളെന്ന് വിളിച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ പെങ്ങളെ അഹങ്കാരി എന്ന് പറയാൻ എന്ത് അധികാരം അവർക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളത് എനിക്കറിയണം. പിന്നെ അവിടെ പറഞ്ഞു അനിയത്തി ആ സമയത്തേക്ക് പോയി അവർ ഇതാക്കി. അങ്ങനെയല്ല, ഈ സംഭവം മെയിനായിട്ട് ഈ മാപ്പിളപ്പാട്ടിന്റെ വിഷയമല്ല അവിടെ. ഞാൻ പ്രതികരിച്ചതല്ല മെയിനായിട്ടുള്ള അവിടെയുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ സിസ്റ്റർ അവിടെ കൊണ്ടാക്കിയിട്ട് അവരെ ഈ മെയിൻ ആൾ കാതിരിക്കാണ് ആരെ വിളിച്ചെന്നറിയില്ല, ഈ സംഘാടകരിൽ ഒരാൾ വിളിച്ചിട്ട് ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതാണ് വിഷയം അവിടെ ഉണ്ടായത്. പക്ഷെ ഇപ്പം ആ വിഷയമല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മാപ്പിളപ്പാട്ടും മറ്റുള്ള വിഷയങ്ങൾ അതൊരിക്കലും ഈ ഒരു ഇങ്ങനൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. താങ്കൾ അത് വിശദീകരിച്ചല്ലോ, വളരെ നന്ദി സജില ഞങ്ങളോട് സഹകരിച്ചതിന്. ഒപ്പം എ ഖാദർ, ഒപ്പം നഗരസഭാ ചെയർപേഴ്സൺ ഞങ്ങളോട് ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും ഈരാറ്റുപേട്ട നഗരസഭാ ഉത്സവത്തിൽ എന്താണ് സംഭവിച്ചത് എന്നത് നമ്മൾ കേട്ടുകഴിഞ്ഞു. ഗായിക ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് എന്നത് വിശദീകരിച്ചു. സംഘാടകർ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് വിശദീകരിച്ചു. ചെറിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി എന്നത് വസ്തുതയാണ്. പക്ഷേ അത്തരം പ്രശ്നങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. മറ്റു രീതിയിൽ നടക്കുന്ന ചർച്ചകൾ അടിസ്ഥാനരഹിതമാണ് എന്നതാണ് നമ്മൾ അവരുടെ പ്രതികരണം നേരിട്ട് കേട്ടതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. മറ്റു വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം.